എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിൽ പ്രധാനപ്പെട്ട റിപ്പീറ്റഡായിട്ട് 2021 മുതൽ 2025 വരെയുള്ള 13 ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ എന്താണ് പറയുക, നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നത് എത്രത്തോളം ആളുകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ് ആവശ്യമുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? ആദ്യം വരുന്നത് അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ അല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ പാളികളെക്കുറിച്ച്, കാറ്റുകളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അതിൽ ഓസോൺ പാളി, പിന്നെ അയണോസ്ഫിയർ അല്ലേ, റേഡിയോ തരംഗങ്ങൾ, അങ്ങനെയുള്ള കാര്യം. പിന്നെ എക്സോസ്ഫിയർ, ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? എക്സോസ്ഫിയർ ആണ്. ഹൈഡ്രജൻ ഹീലിയം മാറ്റങ്ങളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? എക്സോസ്ഫിയറിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ വരുന്നത് ഏതാണ്? വാദങ്ങൾ അല്ലേ. വെസ്റ്റർലീസ്, ട്രേഡ് വിൻഡ്സ്, പശ്ചിമവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ. പശ്ചിമവാദങ്ങളും അതോടൊപ്പം തന്നെ വാണിജ്യവാദങ്ങൾ, അവയുടെ അക്ഷാംശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിലെപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ എന്താണിപ്പം നമ്മൾ ഈ അന്തരീക്ഷ പാളികളൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് ആ ഒരു പിക്ചർ അങ്ങനെ തന്നെ മനസ്സിലുണ്ടാവണം. ഇങ്ങനെയാണ്, അതൊരു ഓർഡർ എങ്ങനെയാണ്, ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിക്ചറും കറക്റ്റായിട്ട് വേണം കേട്ടോ. പിന്നെ പശ്ചിമവാദങ്ങളിൽ വെസ്റ്റർലീസ് അല്ലേ, അതിലെന്തൊക്കെ കാര്യങ്ങളാണ്? വെസ്റ്റർലീസിൽ 2 അർദ്ധഗോളങ്ങളിലും 30 ഡിഗ്രി സെൽഷ്യസ് മുതൽ 60 ഡിഗ്രി സെൽഷ്യസ് അക്ഷാംശങ്ങൾക്കിടയിലാണ് വീശുന്നത്. ഇത് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ ഉണ്ട്, സബ് പോളാർ ലോ ഉണ്ട് അല്ലേ, മർദ്ദമേഖല വരുന്നത്, അതൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കണം കേട്ടോ. അതായത് ആഗോളവാദങ്ങളും മർദ്ദമേഖലകളും എന്ന രീതിയിൽ, പ്രഷർ ബെൽറ്റ് ഉണ്ടല്ലോ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പിന്നെ എന്താണ്? റോറിങ് 40s അല്ലേ, അതായത് അലറുന്ന 40കൾ എന്ന് വിളിക്കപ്പെടുന്ന പശ്ചിമവാദങ്ങൾ ഏതൊക്കെയാണ്, അല്ലെ അതിനെ പറ്റിയിട്ടുള്ള പ്രസ്താവന തന്നിട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. റോറിങ് 40s, ഫ്യൂരിയസ് 50s അല്ലേ, ഷ്രീക്കിങ് 60s എങ്ങനെയൊക്കെ വിളിക്കുന്നത്, അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ ആർദ്രത, ആപേക്ഷിക ആർദ്രത, ഹ്യൂമിഡിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആശയങ്ങളും ചോദിക്കാറുണ്ട്. ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നും എന്താണെന്ന് പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്ത് ചെയ്യുക, നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് മുമ്പ് ഓടിച്ചെങ്കിലും ഒന്ന് വായിച്ച് നോക്കേണ്ട കാര്യങ്ങൾ, ഓടിച്ചില്ല ഒന്ന് പെട്ടെന്ന് നോക്കി എടുക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് മാത്രം ഒന്ന് പറഞ്ഞു തരുന്നതാണ്. പിന്നെ ജോഗ്രഫിയിലുള്ളതാണ് ഇന്ത്യൻ നദീവ്യവസ്ഥ. അതിൽ പെനിൻസുലാർ റിവേഴ്സ്, കൃഷ്ണ, ഗോദാവരി, കാവേരി, നർമ്മദ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്. പിന്നെ ഹിമാലയൻ നദി, ഡെൽറ്റകൾ, ഇത് നദീവ്യവസ്ഥയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് പോകണം. പിന്നെ കേരള ഭൂമിശാസ്ത്രത്തിലേക്ക് വരുമ്പോഴും ഏറ്റവും കൂടുതൽ നദികളെ പറ്റിയിട്ട്, അല്ലെ, കിഴക്കോട്ടൊഴുകുന്ന നദി, ഏറ്റവും നീളം കൂടിയ നദി, പോഷക നദികൾ. പിന്നെ ദേശീയ ഉദ്യാനങ്ങളെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, ചുരങ്ങളെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് അല്ലേ. ചുരങ്ങൾ കറക്റ്റായിട്ടുള്ള ക്രമമൊക്കെ അനുസരിച്ചുള്ള ചുരങ്ങളും നോക്കിയിട്ട് പോവുക. ഇതിലിപ്പോൾ ഇന്ത്യൻ നദീവ്യവസ്ഥയിൽ ഓരോ നദികളെ പറ്റിയിട്ടും പോഷക നദിയെ പറ്റിയും പിന്നെ ഡെൽറ്റയെ പറ്റിയിട്ട് ഇപ്പോൾ എന്താണ്, നദികൾ കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് സമുദ്രത്തിൽ പതിക്കുന്നതിന് മുമ്പ് അടിഞ്ഞുകൂടുന്ന അല്ലേ, അങ്ങനെയല്ലേ ഡെൽറ്റ ഉണ്ടാകുന്നത്. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡെൽറ്റ രൂപീകരണം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കേരള ഭൂമിശാസ്ത്രത്തിലാണെങ്കിൽ നമ്മുടെ പോഷക നദികൾ, പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഉദ്യാനങ്ങൾ എവിടെയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലും വന്നിട്ടുണ്ട്. ഓക്കെ, അതും ഓർത്തിരിക്കുക. ചുരങ്ങൾ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കേരള ഭൂമിശാസ്ത്രമായിട്ട് ദേശീയ ജലപാത അല്ലേ, 3 എപ്പോഴും ചോദിക്കുന്നതാണിത്. അത് എന്തായാലും ഓർത്തിരിക്കണം. ബാക്കിയുള്ളതും പഠിക്കണം. പിന്നെ മൗണ്ടെയിൻസ് ആൻഡ് റോക്സ്, അതിൽ മടക്ക് പർവ്വതം, ഹിമാലയത്തിൻ്റെ വിഭജനം, അത് നദികളുടെ അടിസ്ഥാനത്തിൽ അല്ലേ, പഞ്ചാബ് ഹിമാലയ, കുമിയോൺ ഹിമാലയ, നേപ്പാൾ ഹിമാലയ, ആസാം ഹിമാലയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും മാറി ചോദിക്കുന്നതാണ്. അത് ശ്രദ്ധിക്കണം. പിന്നെ ശിലകൾ, ഇതിൽ പർവ്വതങ്ങളും ശിലകളും, മൗണ്ടെയിൻസ് ആൻഡ് റോക്സിൽ മടക്ക് പർവ്വതം, ഹിമാലയം എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. പിന്നെ ആരവല്ലി, പിന്നെ ഹിമാലയത്തിലെ വിവിധ നിരകൾ, അതോടൊപ്പം തന്നെ ശിലകൾ. ഇപ്പോൾ പ്രാഥമിക ശില ഏതാണ്, ഇഗ്നിയസ് റോക്ക് ഇതിലാണ് വരുന്നത്. ആ രീതിയിലുള്ള പ്രൈമറി റോക്സിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റാണ്. സെഡിമെൻ്ററി, മെറ്റാമോർഫിക്, ഇഗ്നിയസ് റോക്ക്, മാഗ്മ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക.
പിന്നെന്താണ് എല്ലാത്തിൻ്റെ ഓപ്ഷൻസ് തന്നിട്ട് ഈഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയ ശിലകളുടെ പാളികൾ എങ്ങനെയുള്ളതാണ്, അതിൻ്റെ സെഡിമെൻ്ററി റോക്സ് അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഞാനിതെല്ലാം നമ്മുടെ PYQ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പോകണം. പിന്നെ ചോദിക്കുന്നൊരു വിഭാഗമാണ് ഭൂപഠനവും സാങ്കേതിക വിദ്യയും. അതിൽ GIS ആൻഡ് റിമോട്ട് സെൻസിങ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കുന്ന ടോപ്പോഗ്രഫിക് ഭൂപടങ്ങൾ അല്ലേ, ഏത് നിറങ്ങളാണ്, ആ നിറങ്ങൾ എന്തിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു. പിന്നെ കോണ്ടർ രേഖകളെ പറ്റിയിട്ടും ചോദിക്കുന്നുണ്ട്. പിന്നെ ഏതാണ് ഐസോ ലൈൻസിനെ പറ്റിയിട്ട്, അത് ഓരോന്നും സ്പെസിഫിക് ആയിട്ട് നോക്കിയിട്ട് പോകണം. ഐസോനെഫ് എന്താണ്, ഐസോ ബാർ മർദ്ദമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ത്യൻ ഭൂപ്രകൃതി, ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ, അതിൽ സമതലങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ബംഗറും ഖാദറൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ മണ്ണിനെ പറ്റിയിട്ട് കേരളത്തിൽ ഏതാണ് കൂടുതൽ, അതോടൊപ്പം തന്നെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനും ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഇത് കൂടാതെ വനവിസ്തൃതി അല്ലേ, വനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ അങ്ങനെയുള്ള കാര്യം, ഫോറസ്റ്റിനെ പറ്റിയിട്ട്, വനവിഭാഗങ്ങളെ പറ്റിയിട്ടും, പിന്നെ ഏതാണ് കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ പറ്റിയിട്ട്, ക്ലൈമറ്റ് ഫിനോമിന, മൺസൂൺ, പ്രധാന ദിവസങ്ങൾ, ഇക്വിനോക്സ് അല്ലേ, സോളിറ്റൈസ് അതൊക്കെ ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് ജിയോഗ്രഫി ഭാഗത്തു നിന്നുള്ളത്. ഇപ്പോൾ ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 3 എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കണം കേട്ടോ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു, പിന്നെ അതെന്തായി കല്ലായി കോഴിക്കോട് വരെ നീട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ശിലകളുടെ രൂപാന്തരണം അതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെന്താണ് മാപ്പ് പ്രൊജക്ഷൻ, ഭൂപട നിർമ്മാണം നമ്മൾ പറഞ്ഞില്ലേ, സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് പോളിക്കോണിക് പ്രൊജക്ഷൻ ആണ് എന്നൊക്കെയുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഏറ്റവും പുതിയതായിട്ട് ഭൂകമ്പം, എർത്തിക്യുക്ക് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ്, ഏത് എർത്തിക്യുക്കാണ് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോവുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാം. ഇപ്പം പെട്ടെന്ന് തന്നെ എക്സാം അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കി പഠിച്ചിട്ട് പോകാം. അപ്പം ഇതുവരെ നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കാത്തവരെന്ത് ചെയ്യുക, അല്ലെങ്കിൽ റിവിഷൻ നോക്കുമ്പോൾ ആദ്യം അന്തരീക്ഷം പഠിക്കുക, അതിനുശേഷം നദികൾ പഠിക്കുക കേട്ടോ. അന്തരീക്ഷം എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ നമ്മൾ കണ്ട GIS കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനം നോക്കിയാൽ മതി. അന്തരീക്ഷം, നദികൾ, പിന്നെ കേരള ഭൂമിശാസ്ത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഉദ്യാനങ്ങൾ, ചുരങ്ങൾ, നദികൾ, ചുരങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ പർവ്വതം, അതും ഹിമാലയമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, പർവ്വതങ്ങൾ, റോക്സ്, ഓരോന്ന് സെഡിമെൻ്ററി റോക്സ്, മെറ്റാമോർഫിക് അങ്ങനെയുള്ള റോക്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം അത് പഠിക്കുക കേട്ടോ. അതിനുശേഷം മാത്രം ഭൂപഠനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലായ PSC പ്ലസ്, അതിൽ ഇക്കണോമിക്സൊക്കെ നമ്മൾ ഫുള്ളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കാണുക. പിന്നെ ഇംഗ്ലീഷ് മലയാളം നമ്മൾ നേരത്തെ തന്നെ ക്ലാസ്സുകളൊക്കെ തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് മലയാളം എല്ലാം 13 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഇതിലുണ്ടാകും, പ്ലേലിസ്റ്റിലുണ്ടാകും. അപ്പോൾ അത് കാണാത്തവർ അതും കാണുക. അതോടൊപ്പം തന്നെ മാത്സ് പഠിച്ചിട്ട് പോകുക. അതിൽ നിന്ന് മാത്രം ഇംഗ്ലീഷ് മലയാളം മാത്സിൽ നിന്ന് മാത്രമാണ് നമുക്ക് 50 മാർക്ക്, ബാക്കി GKയിൽ നിന്ന് കൂടി കുറച്ച് മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രിലിംസ് കിടക്കാൻ സാധിക്കും.